നോളന്റെ സിനിമകൾ കാലത്തെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും മുന്നോട്ട് പോകുന്നത്. നിരവധി സിനിമകളിൽ അദ്ദേഹം സമയം എന്നതിനെ ഒരു ഉപാധിയായി ഉപയോഗിക്കാറുണ്ട്. 90കളിലാണ് അദ്ദേഹം ടെനറ്റ് എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതേ സമയത്താണ് അദ്ദേഹം തന്റെ മെമെന്റോ എന്ന ചിത്രം വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു കഥ മുന്നോട്ടും പിന്നോട്ടുമായി പറയുന്ന രൂപത്തിലാണ് ഈ മെമെന്റോയുടെ ഘടന. അതായത് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഒരു നോൺ ലീനിയർ ആഖ്യാന ശൈലിയിൽ ഇടകലർത്തി ഒരു കോമൺ പോയിന്റിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്റ്റൈൽ. പക്ഷേ ഈ സമയ നിയന്ത്രണം ഒരു നരേറ്റീവ് ഡിവൈസ് എന്നതിലുപരി കഥയുടെ തന്നെ ഭാഗമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇതാണ് നോളനെ ഏറെ ആകർഷിച്ച വിഷയം. ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, ദ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്, ഫെനമൻ ആൻഡ് വീലേഴ്സ് അബ്സോർബർ തിയറി, പിന്നെ മാക്സ്വെൽസ് ഡീമൺ എന്നിങ്ങനെയുള്ള ആശയങ്ങളെ പഠിച്ചുകൊണ്ട് അദ്ദേഹം ടെനറ്റിന്റെ ഓരോ ഘടകങ്ങളും ക്രമീകരിക്കാൻ തുടങ്ങി. ഇതിന് മൊത്തത്തിൽ 20 വർഷം എടുത്തതായി പറയപ്പെടുന്നു. ഒടുവിൽ 2014 അദ്ദേഹം ടെനറ്റിന്റെ തിരക്കഥ എഴുതി തുടങ്ങിയത്. ഈ ചിത്രം മുഴുവൻ പാലിൻഡ്രോം എന്നത് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാലിൻഡ്രോം എന്ന് വെച്ചാൽ മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒരേപോലെ ഇരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വാചകം എന്നാണ് അർത്ഥം. ഒരു പാലിൻഡ്രോമാണ് ടെനറ്റ് എന്ന വാക്ക്. ഈ വാക്കിൽ 10 എന്നുള്ളത് മുന്നോട്ടും പിന്നോട്ടും എഴുതിയിട്ടുണ്ട്. ഈ 10 അല്ലെങ്കിൽ 10 എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ടെനറ്റ് എന്ന സിനിമയിൽ. ചിത്രത്തിന്റെ അവസാന ഭാഗത്തുള്ള ദൗത്യം 2 സംഘങ്ങൾ ചേർന്ന് ഒരു ടെമ്പറൽ പിൻസർ മൂവ്മെന്റ് ആണ് നടത്തുന്നത്. ഇത് 10 മിനിറ്റിനുള്ളിലാണ് ഈ 2 സംഭവങ്ങളും നടക്കുന്നത്. അതായത് 10 + 10 = ടെനറ്റ്. ടെനറ്റിന്റെ ലോഗോ ആദ്യത്തെ ട്രെയിലർ വന്ന സമയത്ത് ടെനറ്റിന്റെ അകത്തെ രണ്ടാമത്തെ ഇ എന്നുള്ളത് പുറകോട്ട് ഫ്ലിപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ടി എന്നുള്ളത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഈ ലോഗോ ഈ ട്രെയിലർ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബൈക്ക് ബ്രാൻഡുണ്ട്, ടൈലർ ഡെഷൈൻ്റെ ടെനറ്റ് കോമ്പോണൻസ്, ഒരു ബെല്ലിംഗ്ഹാം ബൈക്ക് ബ്രാൻഡാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഈ ടെനറ്റിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇവരുടെ ലോഗോയുമായിട്ടുള്ള സാമ്യത്തെ പറ്റി പറയുകയും അതൊരു ആർട്ടിക്കിളായിട്ട് വരികയും ആ ആർട്ടിക്കിൾ കണ്ടിട്ട് വാർണർ ബ്രോസും നോളനും ഈ ടൈലർ ഡെഷൈനിന് റീച്ച് ഔട്ട് ചെയ്യും. ഇപ്പം നോളൻ പറഞ്ഞത് ഈ ലോഗോ അദ്ദേഹം 6 വർഷം കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇതിലെ സാമ്യത തികച്ചും യാദൃശ്ചികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോളൻ്റെ ഈ ഇത്രയും കഷ്ടപ്പാടൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഈ ലോഗോ ടെനറ്റ് എന്നുള്ള ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ലോഗോയിലുള്ള അതിൻ്റെ ഫോണ്ടോ അല്ലെങ്കിൽ സ്റ്റൈലിങ്ങോ ഡിഫറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഒരു മറുപടിയാണ് കൊടുത്തത്. അങ്ങനെയാണ് അവർ അതിൻ്റെ ലോഗോ അപ്ഡേറ്റ് ചെയ്തത്. ഈ സിനിമയുടെ തുടക്കത്തിൽ വാർണർ ബ്രോസിൻ്റെയും സിൻകോപ്പിയുടെയും ലോഗോ കാണിക്കുന്നുണ്ട്. സിൻകോപ്പി എന്ന് പറയുന്നത് നോളൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതിൽ വാർണർ ബ്രോസിൻ്റെ ലോഗോ കാണിക്കുമ്പോൾ റെഡ് കളറിലും സിൻകോപ്പിയുടെ ലോഗോ കാണിക്കുമ്പോൾ ബ്ലൂ കളറിലുമാണ് കാണിക്കുന്നത്. ഈ 2 കളറുകളിലും ഈ സിനിമയിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റെഡ് എന്നുള്ളത് സമയം മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രതീകമാണ്. ബ്ലൂ എന്നുള്ളത് സമയം പുറകോട്ട് പോകുന്നതിൻ്റെ പ്രതീകമാണ്. ഇതെല്ലാം ഡോപ്ലർ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഡോപ്ലർ സിദ്ധാന്തം പറയുന്ന എൻട്രോപ്പിയും വേവ് ലെങ്ത്തുകളുടെ നിറഭേദങ്ങളുമാണ് ഈ സിദ്ധാന്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിദ്ധാന്തപ്രകാരം പിൻവശത്തേക്ക് നീങ്ങുന്ന വസ്തുക്കൾക്ക് നീല ഷിഫ്റ്റ് ഉണ്ടാവുകയും മുൻവശത്തേക്ക് നീങ്ങുന്ന വസ്തുക്കൾക്ക് ചുവപ്പ് ഷിഫ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റെഡ് കളർ, ബ്ലൂ കളർ നോളൻ ഈ സിനിമയിലെ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ലോഗോയിലും വളരെ വിദഗ്ധമായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെനറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു റീലിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ഗുഡ് ബൈ.